പുണ്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിന്ന് ബദ്ധപ്പെട്ടോടിടുന്നു. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നീ
വേഗം നിന്നെ കാണും ഞാൻ. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. ആകെയൽപനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ എടുത്തു വരുവാനോട് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവസരത്തിനായിട്ട് ഞങ്ങൾ നമ്മെ സ്തുതിക്കുന്നു. പൂർണ്ണമായ സമർപ്പണത്തോടെ ദൈവവിശ്വാസത്തോടെ ഈ ലോക ജീവിതം നയിച്ച ഈ പ്രിയമാതാവിന്റെ ജീവിതത്തിനായിട്ട് സ്തോത്രം. സംസ്കാര ശുശ്രൂഷയിൽ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ശോഭയേറും നാടൊന്നുണ്ടാകും കാണാമേ. അങ്ങേ
വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നായെങ്കിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കുകയില്ല. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവരുടെ കൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എന്റെ തൊക്കിങ്ങിൽ വിശ്വസിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, മന്യനല്ല, എന്റെ സ്വന്തം അവനെ കാണും. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഹോവേ, നിന്റെ കരുണയും ദയയും ഓർക്കണമേ. അവ പണ്ടുകൊണ്ടേയുള്ളവയെങ്കിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതോ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ ആണോ? നാമോ നമ്മെ സ്നേഹിച്ചതിൽ മുഖാതിരൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നതെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർത്തുകയും ചെയ്തത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. തലകളെ അടക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, എല്ലാ ദുഃഖിതരെയും ആശ്വസിപ്പിക്കുന്നതിനായിട്ട് നിന്റെ പരിശുദ്ധാത്മാവിനെ നിന്റെ വാഴ്ത്തപ്പെട്ട യേശുമശിഹായുടെ മേൽ പകർന്നുവല്ലോ. ഇപ്പോൾ ദുഃഖത്തിലിരിക്കുന്ന എല്ലാവരെയും വിശേഷം പ്രിയമാതാവിന്റെ വേർപാടിൽ ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ നിന്റെ സ്നേഹകരങ്ങളിൽ പ്രവേശിക്കുന്നു. പറ്റുപോകാത്ത കൂട്ടായ്മയുടെയും നിരന്തരമായ ദൈവസാന്നിധ്യത്തിന്റെയും ആശ്വാസങ്ങൾ അവർക്ക് നൽകണമേ. തന്റെ മഹത്വമുള്ള പുനരുദ്ധാനത്താൽ പ്രത്യാശയും സന്തോഷവും സമാധാനവും ഏവർക്കും ദാനം ചെയ്തതിന് കർത്താവിന്റെ രക്ഷിതാവുമായ യേശുമശിഹായിൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നീ ഞങ്ങളെ അടിച്ചിരിക്കുന്നല്ലോ. ഈ ഭൂമിയിൽ ഞങ്ങൾ അത്രയാകാലത്ത് അവരുടെ മുന്നാലിൽ നിർത്താനും ഞങ്ങളുടെ തുർക്കി രാജ്യത്തിന്റെ സന്തോഷത്തിന്റെ പങ്കാളികളായി തീരുമാനം കൃപ ചെയ്യണമേ. സ്വർഗത്തിലും ഭൂമിയിലുള്ള സകലന്മാരും നിന്നെ ആരാധിക്കുന്നപ്പോൾ ഞങ്ങൾ ആരാധിക്കേണ്ടതിനും അവർ നിന്നെ ആശ്രയിക്കുന്ന പോലെ ഞങ്ങൾ ആശ്രയിക്കുന്നതിനും അവർ നിന്നെ സന്തോഷിക്കുന്ന പോലെ ഞങ്ങൾ സന്തോഷിക്കേണ്ടതിനും അവർ നിന്നെ സ്നേഹിക്കുന്ന പോലെ ഞങ്ങൾ സ്നേഹിക്കേണ്ടതിനും അതിനുള്ള അതേ മനോഭാവം ഞങ്ങൾക്കും തരണമെന്നും ഞങ്ങൾ താവായ ശിമരിയാവണം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമ്മൾക്കിപ്പോൾ തന്നെ സങ്കല്പമായി ശൂദ്രന്മാരെ തിരിയൊരുവിനെന്ന് വരണ്ടി ചെയ്യുന്നു. ആയിരം സംവത്സരം നിലനിൽച്ചയിലും നിലകഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ യാമം പോലെയും മാറിയിരിക്കുന്നു. നീ അവരെ ഒഴുക്കി കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തളച്ചു വളരുന്നു, വൈകുന്നേരം അതറിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചു, നിന്റെ ക്രോധത്താൽ ക്ഷമിച്ചു പോകുന്നു. നീ ഞങ്ങളുടെ രഹസ്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ ഭൂപ്രവാസത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞു പോയി ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളുടെ നെടുവേർപ്പോടെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാലും 3 സംവത്സരം. അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ കൊണ്ട് നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവരാ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയത്തോട് സകതാപത്ത് വരണമേ. പാർത്തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളെ തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് ഓടിച്ചാൽ നിൽക്കും. നീ ഞങ്ങളെ ദിവസങ്ങൾക്കും ഞങ്ങൾ അനുഭവിച്ച സംവത്സരങ്ങൾ തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. എന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ.
വെളിപാട് 21 അന്ന് മുതൽ രേഖപ്പെടുത്തി. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു, സമുദ്രവും ഇനിയില്ല. പുതിയ എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസ്ഥലത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം അവരോടുകൂടെ വസിക്കും. അവർ അവരുടെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായിരിക്കും. അവരുടെ കൂടെ ഇരിക്കും. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചുകളയും. ഇനി മരണം ഉണ്ടാകില്ല. ദുഃഖവും മുറവഴിയും കഷ്ടതയും ഇനി ഉണ്ടാകില്ല. ഒന്നാമത്തെ കഴിയും. സിംഹാസനത്തിരിക്കുന്നവർ ഇതാ ഞാൻ സകലവും പുതുതായി എന്നൊക്കെ എഴുതുക. ഈ വചനം വിശ്വാസയോഗ്യവും സത്യമാകുന്നു എന്നവൻ കരുതി. പിന്നെയും അവർ എന്നോട് അരുൾ ചെയ്തത് സംഭവിച്ചിരുന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്ത്യവുമാകുന്നു. ദാഹിക്കുന്നവരെ ഞാൻ ജീവിതവരെ നിന്ന് സൗകര്യമാക്കി ജയിക്കുന്നവരെ ഇത് അവകാശമായിരിക്കും. ഞാൻ അവരുടെ ദൈവവും അവരുടെ മകനുമായി ഈ കല്യാണം ജീവിതത്തിലെ ഈ ലോകയിലെ എല്ലാ അംഗങ്ങളിലൂടെയും എല്ലാ സമ്മേളനങ്ങളുടെയും ദുഃഖം അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ചർച്ച പ്രസംഗിക്കുന്നതാണ് നമ്മുടെ ഇടവകയുടെ സെക്രട്ടറി ശ്രീ കെ ജോൺ പ്രീ പ്രസാദ്. പ്രിയ മാതാവിൻ്റെ വേർപാടിൽ ഉപദ്രവിക്കുന്ന കുടുംബാംഗങ്ങൾ, മറ്റ് സന്നിധിയായിരിക്കുന്ന സഭാചര്യങ്ങളിൽ യേശുക്രിസ്തുവിൽ നിന്ന് അവർക്കുള്ള സ്നേഹം അറിയിക്കും. പുതുപ്പള്ളി ഇടവകയിൽ ചിലർക്ക് കൊണ്ടത് CI ജോർജ് ഇന്ത്യൻ ആർമിയിലെ ഒരു ജൂനിയർ കമ്മീഷൻ ഓഫീസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ കൊട്ടാരക്കര നെല്ലിമുകൾ ഉള്ളത് കുഞ്ഞുമയുടെ ഈ വേർപാടിൽ